മോഹൻലാൽ നായകനായ കർമ്മയോധ എന്ന ചിത്രത്തിന്റെ തിരക്കഥയുടെ പേരിലുള്ള നിയമ തർക്കത്തിൽ സംവിധായകൻ മേജർ രവിക്ക് തിരിച്ചടി. കഥ സ്വന്തമല്ലേ? അപ്പോ ചിത്രത്തിന്റെ തിരക്കഥ പുതുപ്പള്ളി സ്വദേശിയും തിരക്കഥാകൃത്തുമായ റജി മാത്യുവിന്റേതാണെന്നാണ് കോട്ടയം കൊമേഴ്സ്യൽ കോടതി വിധിച്ചിരിക്കുന്നത്. പരാതിക്കാരൻ 30 ലക്ഷം രൂപയും സിനിമയുടെ പകർപ്പവകാശവും നൽകണമെന്നും കോടതി ഉത്തരവിട്ടിട്ടുണ്ട്. 13 വർഷം നീണ്ട നിയമ പോരാട്ടങ്ങൾക്കു ശേഷമാണ് വിധി വന്നിരിക്കുന്നത്. 2012 ഈ ചിത്രം പുറത്തിറങ്ങിയത്. ബിനൽ ലീല സാബു വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ബിനലെ, പറഞ്ഞതുപോലെ ഒരു നീണ്ട നിയമ പോരാട്ടമായിരുന്നു ഇത്. അതിനുശേഷം വിധി വന്നിരിക്കുകയാണ്. ഇപ്പോൾ ഈ കോടതി വിധിയിൽ നിന്ന് മനസ്സിലാകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? മേജർ രവിയുടെ പ്രതികരണം എന്തെങ്കിലും ലഭ്യമാണോ? സേതു, ഇതുവരെയും മേജർ രവി ഇക്കാര്യത്തിൽ പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ്. എന്തായാലും ഇന്ന് കോടതി വിധിയുടെ പകർപ്പാണ് ഇന്ന് പുറത്തു വന്നത്. നേരത്തെ കഴിഞ്ഞ മാസം 21-ാം തീയതി ഈ കേസിന്റെ വിധി വന്നതാണ്. അതിൽ 30 ലക്ഷം രൂപ ഈ ഹർജിക്കാരനായിട്ടുള്ള പുതുപ്പള്ളി സ്വദേശിയും തിരക്കഥാകൃത്തുമായിട്ടുള്ള റെജി മാത്യു നൽകണം എന്നുള്ളതായിരുന്നു കോടതി വിധി വന്നിരിക്കുന്നത്. എന്തായാലും വിധിയിൽ പറയുന്ന കാര്യങ്ങൾ, പ്രത്യേകിച്ച് ഇത് കേസ് ആരംഭിക്കുന്നത്, സിനിമ ഇറങ്ങുന്നത് 2012-ലാണ്. അതിന് മുന്നേ തന്നെ 2010-ൽ തന്നെ ഇതിന്റെ പ്രാരംഭ ചർച്ചകൾ തുടങ്ങിയതാണ്. അതിനുശേഷം 2011-ലാണ് ഈ തിരക്കഥയുമായി, കർമ്മയോധയുടെ തിരക്കഥയുമായി റെജി മാത്യു മുന്നോട്ട് പോകുന്നത്. അതിനുശേഷം ഈ തിരക്കഥ സംസാരിച്ചു മേജർ രവിയുമായി. അതിനുശേഷം മാസങ്ങൾ കഴിഞ്ഞിട്ടും അതിൽ യാതൊരു പ്രതികരണവും ഇല്ലാതെ വന്നു. പിന്നീട് സിനിമാ മാസികയിലാണ് സിനിമയുമായി ബന്ധപ്പെട്ട വാർത്തകൾ കാണുന്നത്. പിന്നീടാണ് തർക്കത്തിലേക്കും നിയമ പോരാട്ടത്തിലേക്കും പോകുന്നത്. എന്തായാലും ഇക്കാര്യത്തിൽ സ്വന്തം കൈപ്പടയിൽ എഴുതിയ തിരക്കഥ കോടതിയിൽ തെളിവായി റെജി മാത്യു നൽകുകയും ചെയ്തു. ഇതിനെയൊക്കെ ചെറുക്കാൻ മേജർ രവി ഉന്നയിച്ചത് ചില വിചിത്രവാദങ്ങളാണ് എന്നുള്ളതാണ് കോടതി കണ്ടെത്തിയത്. അത് റെജി മാത്യു പറയുന്ന കാര്യം, ഇത് ഈ തിരക്കഥ, അതായത് ഓരോ സീൻ എടുത്ത ശേഷവും ആ സീൻ ഈ സെറ്റിൽ കളയുന്ന ഒരു പതിവ്, അവിടെ ഉപേക്ഷിക്കുന്ന ഒരു പതിവ് തനിക്കുണ്ട്. അത് മോഷ്ടിച്ച് അത് വെച്ചാണ് ഈ സ്വന്തം കൈപ്പടയിൽ ഈ തെളിവ് റെജി മാത്യു ഉണ്ടാക്കിയെന്നാണ് ഈ കോടതിയിൽ വാദിച്ചത്. പക്ഷേ ആ ഒറിജിനൽ തിരക്കഥയിൽ ചില ഭാഗങ്ങളിലൊക്കെ ഈ മേജർ രവിയുടെ സ്വന്തം കൈപ്പടയിൽ തിരുത്തി എഴുതിയിട്ടുണ്ടായിരുന്നു. അത് കോടതി പ്രധാനപ്പെട്ട ഒരു തെളിവായി സ്വീകരിക്കുകയും ചെയ്തു. മറ്റൊരു പ്രധാനപ്പെട്ട തെളിവ്, റെജി മാത്യുവിന് ഈ സിനിമയുടെ പ്രാരംഭഘട്ട ചർച്ചയിൽ ഒരു 10,000 രൂപ അഡ്വാൻസായി ചെക്ക് രൂപത്തിൽ നൽകിയിരുന്നു. അതും പ്രധാന തെളിവായി കോടതി കണ്ടു. എന്തായാലും ഇക്കാര്യത്തിൽ 12 വർഷത്തിലധികം, കൃത്യം പറഞ്ഞാൽ 13 വർഷത്തോളം ഒരു നിയമ പോരാട്ടം റെജി മാത്യുവിന് നടത്തേണ്ടി വന്നു. അതായത് സ്വന്തം തിരക്കഥയാണ്, സ്വന്തം കൈപ്പടയിൽ സ്വന്തമായി അധ്വാനിച്ച് ഉറക്കം കളഞ്ഞ് എഴുതിയ തിരക്കഥയാണ്. അതൊരു ഭാവനാ സൃഷ്ടിയാണ്. ആ സൃഷ്ടി തൻ്റെ എന്ന് തെളിയിക്കാൻ 13 വർഷം നിയമ പോരാട്ടം റെജി മാത്യു നടത്തുകയും ചെയ്തു. അദ്ദേഹം പറഞ്ഞു വെക്കുന്ന ഒരു കാര്യമുണ്ട്, സാധാരണഗതിയിൽ ഇങ്ങനെ ഒരു പരാതിയൊക്കെ വരുന്നത് സ്വാഭാവികമാണ്. പക്ഷേ ഇതിൽ ഒരു അനുകൂല വിധി തിരക്കഥാകൃത്തിന് അനുകൂലമായി വരുന്നത് അപൂർവമാണ്. എന്തായാലും ഈ വിധി സമാന പരാതി ഉന്നയിക്കുന്ന, സമാന വേദന അനുഭവിക്കുന്ന യുവാക്കൾക്കായി ഈ വിധി സമർപ്പിക്കുന്നുവെന്നാണ്. ശരി, ഇനിയിപ്പോ ഈ വിഷയത്തിൽ വരേണ്ടത് ഈ മേജർ രവിയുടെ പ്രതികരണമാണ്. എന്താണ് ഈ വിഷയത്തിൽ പറയാനുള്ളത് എന്ന്